ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ഇടമാണിത്. എൻ്റെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തോട് സവിശേഷമായ രീതിയിൽ സംവദിക്കുന്ന ഒരു മാസം, ജൂൺ മാസം. എൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം, അതിന് നിയതമായ രൂപം ലഭിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിലൂടെയാണ്. എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാമുറിയുടെ മധ്യഭാഗത്ത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. വീട് വെഞ്ചരിപ്പിൻ്റെ സമയത്ത് വികാരിയച്ഛൻ വളരെ കണിശതയോടെ പറയും, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം ഉണ്ടാകണം, മറ്റു രൂപങ്ങളൊക്കെ ആകാം. ഈ രൂപത്തിൻ്റെ മുന്നിലാണ് ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മ എന്നെ കൊണ്ടുപോയി ഇതാണ് തമ്പാച്ചൻ, ഇതാണ് ഈശോ എന്ന് പറഞ്ഞ് എന്നെ കാണിച്ച് പഠിപ്പിച്ചിട്ടുള്ള രൂപം. ആ രൂപം, ഈശോയുടെ മുഖം വളരെ പ്രോജ്വലിക്കുന്ന മുഖമാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ രൂപം അതിന് പുറത്തുണ്ട്. അവിടെ കത്തിയെരിയുന്ന തീ കാണാം, ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ കാണാം. ഇത് ഈശോയോട് മനുഷ്യകുലത്തിനോടുള്ള ഈശോയുടെ സ്നേഹത്തിൻ്റെ ചിത്രമാണ്. ഈശോ മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് എന്ന് കാലം പഠിപ്പിക്കുന്നുണ്ട്. ആ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള ശ്രമമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം മുഴുവൻ. സ്നേഹിക്കുന്ന ഈശോ, ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ വിവിധ മാനങ്ങളെ കണ്ടിട്ടുണ്ട്. കവി പറയും, ഗ്രാമത്തിൻ്റെ പടിവാതിൽക്കൽ തൂക്കട്ടയുമായി നിൽക്കുന്നൊരു മനുഷ്യനുണ്ട്. ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവനെ പ്രവേശിക്കാൻ വരുന്നവനെ ഈ തൂക്കട്ട കൊണ്ട് അളന്ന് അവൻ്റെ ഉയരവും അവൻ്റെ വലിപ്പവും അളന്ന് മാത്രമേ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ, എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ സൗഹൃദങ്ങളിലേക്ക് കടന്നു വരുന്നവരെയൊക്കെ ഞാനൊരു തൂക്കട്ട കൊണ്ട് അളന്ന് കയറ്റുന്നവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഫ്രെയിം അതാണ്. എൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തുവരാത്തവനെ, എൻ്റെ തൂക്കട്ടയ്ക്ക് പാകമാകാത്തവനെ ഒരിക്കലും എൻ്റെ ബന്ധത്തിലേക്ക് ഞാൻ കൊണ്ടുവരാറില്ല. ഈശോ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചവനാണ്, എല്ലാവരെയും ചേർത്ത് പിടിച്ചവനാണ്. അതുകൊണ്ടാണ് ഒരു ഹൈന്ദവയായ ഹേമലത എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീ പറയുക, എൻ്റെ ദൈവം എന്ന് പറയുന്ന ഈശോയാണ്. കാരണം എനിക്ക് ഞാൻ ആയിരിക്കുന്ന വിധത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വരാം. ഞാൻ ഒരു വിജാതീയയാണോ, ഞാനൊരു പുരുഷനാണോ, സ്ത്രീയാണോ, നിറമുള്ളവനാണോ, നിറമില്ലാത്തവളാണോ, ശുദ്ധിയുള്ളവളാണോ, അശുദ്ധയാണോ, ഇതൊന്നും നോക്കാതെ എന്നെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം, അത് ഈശോയാണ്. ആ ഈശോയുടെ തിരുഹൃദയത്തിൽ അണയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മൈനസെമിനാരി കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ആത്മശോധനയ്ക്ക് ശേഷം ദൈവാലയത്തിൽ ഞങ്ങളൊക്കെ ചൊല്ലിയിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. മാർഗരറ്റ് മേരി അൽക്കോക്ക് അമ്മയുടെ പ്രാർത്ഥന. മനുഷ്യന് സ്നേഹിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തിൻ്റെ ഹൃദയം കാണുക. ഇന്ന് ആ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കെന്താണ് ആ ഈശോയുടെ തിരുഹൃദയത്തോട് പറയാനുള്ളത്, സംവദിക്കാനുള്ളത്? ഒന്ന് മാത്രമാണ്, ഈശോയെ, നിൻ്റെ ഹൃദയത്തോട് എന്നെ നീ അനുരൂപനാക്കണമേ. ഒരിഞ്ചെങ്കിലും, ഒരല്പമെങ്കിലും നിൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലേക്കും സ്നേഹത്തിലേക്കും വളരാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, എന്നെ നിൻ്റെ ഹൃദയത്തോട് അനുരൂപനാക്കണമേ. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം.